സെക്കൻഡ് സെമസ്റ്റർ BSc സൈക്കോളജി ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആൻഡ് പ്രോബബിലിറ്റി തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ എ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡിഫൈൻ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് is a real number lying between -1 and +1 which tell us about the degree or strength of the correlation between two sets of data. Another question, distinguish between positive and negative correlation. Positive correlation, if in a bivariate data the values of two variables move in the same direction, then the correlation is said to be positive. അതായത് ഇപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾസും ഒരേപോലെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ് ഉണ്ട്, എക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വൈയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം കോറിലേഷൻ ഇസ് പോസിറ്റീവ്. അതേപോലെ എക്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വൈയും ഡിക്രീസ് ചെയ്യുന്നു, അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ കോറിലേഷൻ ഇസ് സെറ്റ് ടു ബി പോസിറ്റീവ്. നെഗറ്റീവ് കോറിലേഷൻ, if in a bivariate data the values of two variables move in the opposite direction, the correlation is said to be negative. അതായത് ഇപ്പോൾ എക്സ് ഇൻക്രീസ് ആവുമ്പോൾ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുകയാണെങ്കിൽ കോറിലേഷൻ ഇസ് നെഗറ്റീവ്. അതുമാതിരി എക്സ് ഡിക്രീസ് ആവുമ്പോൾ വൈ ഇൻക്രീസ് ആവും, അപ്പോഴും നമുക്ക് എന്ത് പറയാം, ദ കോറിലേഷൻ ഇസ് നെഗറ്റീവ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, if the sum of the product of the deviations of the variables x and y from their means is 0, find the product moment correlation coefficient. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സം എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്മ എന്നിടും. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് രണ്ട് കാര്യങ്ങളുടെ പ്രോഡക്റ്റുകളുടെ സമ്മാണെന്ന് പറയുന്നത്. എന്തിൻ്റെ പ്രോഡക്റ്റാണ്? ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഫ്രം ദെയർ മീൻസ്. അപ്പം എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡീവിയേഷൻ ഫ്രം ഇറ്റ്സ് മീൻ, ദറ്റ് ഈസ് എക്സ് ബാർ, ആൻഡ് വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡീവിയേഷൻ ഫ്രം ഇറ്റ്സ് മീൻ, ദറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഫ്രം ദെയർ മീൻസ് ഇസ് 0 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഈ ക്വാണ്ടിറ്റി ഇത് 0 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പ്രോഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് കൊവേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ വരുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ? കൊവേരിയൻസ് ഇസ് ആക്ച്വലി 1/n സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇതാണ് നമ്മളെ കൊവേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/n ഇൻറ്റു 0. സോ കൊവേരിയൻസ് 0 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്റ്റ് മൊമെൻറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻ, അത് എന്ന് പറയുന്നത് നമ്മൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് തന്നെയാണ്. ഇപ്പോൾ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനുള്ള ഫോർമുല R is equal to, by definition the formula is covariance of xy divided by sigma x into sigma y ആണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊവേരിയൻസ് 0 ആണ്, 0 divided by sigma x into sigma y, and the answer is 0. അപ്പോൾ product moment correlation coefficient is equal to 0. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് any two properties of regression coefficients. Regression coefficient byx is not equal to bxy. രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റും സെയിം ആയിരിക്കില്ല. റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ നോട്ട് സിമെട്രിക് എന്ന് പറയും. അടുത്ത പ്രോപ്പർട്ടി byx ഇൻറ്റു bxy ഇസ് ഈക്വൽ ടു r². അതായത് പ്രോഡക്റ്റ് ഓഫ് ദ ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് കൊവേരിയൻസ് ഓഫ് xy ഇസ് ഈക്വൽ ടു -30 and the correlation and the regression coefficient of y on x is -0.3, find the variance of x. അപ്പോൾ നമുക്കിവിടെ കൊവേരിയൻസ് ഓഫ് xy തന്നിട്ടുണ്ട്. കൊവേരിയൻസ് ഓഫ് xy is given as -30. പിന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y on x, അതായത് byx ആണ് തന്നിരിക്കുന്നത്, ദറ്റ് ഈസ് ഈക്വൽ ടു -0.3. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്
സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം ബി വൈ എക്സ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആണ്. ബി വൈ എക്സ് ഇസ് covariance of xy divided by variance of x, that is covariance of xy divided by sigma x square ആണ് അല്ലേ. അപ്പോൾ ബി വൈ എക്സ് അതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി വൈ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -0.3 ഇസ് ഈക്വൽ ടു covariance of xy is given as -30 divided by sigma x square. Therefore, what is sigma x square? Variance of x, sigma x square is equal to -30 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഡിവൈഡഡ് ബൈ -0.3. അപ്പോൾ രണ്ടും നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോൾ 30 ഡിവൈഡഡ് ബൈ 0.3 is 100. അപ്പോൾ ദിസ് ഇസ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ കയ്യിൽ 3 or more വേരിയബിൾസ് ഉള്ളപ്പോഴാണ് പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പാർഷ്യൽ കോറിലേഷൻ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് വെൻ ടേക്കിംഗ് അവേ ദ എഫക്ട്സ് ഓഫ് ദി അതർ വേരിയബിൾസ്. Multiple correlation describes the relationship between 2 or more independent variables and a single dependent variable. Define equally likely and mutually exclusive events. 2 or more events are said to be equally likely if they have the same chance of occurrence in a trial. അപ്പോൾ സെയിം ചാൻസ് ഒരു ട്രയലിൽ ഒക്കർ ചെയ്യാൻ സെയിം ചാൻസ് വരികയാണെങ്കിൽ നമ്മൾ പറയും ദ ഇവൻറ്റ്സ് ആർ ഈക്വലി ലൈക്ലി. പിന്നെ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്, ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ഗെറ്റിംഗ് എ ടെയിൽ ആർ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഇത് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനും ടെയിൽ കിട്ടാനും ഒരേ ചാൻസാണ്. 2 or more events are said to be mutually exclusive if the happening of one of them prevents the happening of all the others. അപ്പോൾ ഒന്ന് ഒക്കർ ചെയ്താൽ അത് മറ്റൊന്നിനെ ഒക്കർ ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം 2 events cannot occur together in a trial. ഒന്നോ രണ്ടോ പേർക്ക് ഒരുമിച്ചിട്ട് ഒക്കർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറയാം they are mutually exclusive. ഇതേപോലെ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടുന്നതും ടെയിൽ കിട്ടുന്നതും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് കൂടിയാണ്. അടുത്തത്, give classical definition of probability. If a random experiment results in an equally likely, mutually exclusive and exhaustive number of cases, out of which m cases are favorable to the occurrence of an event A, then the probability of an event A is given by P of A is equal to favorable number of cases divided by exhaustive number of cases or total number of cases, that is equal to m by n. Next question, state addition theorem of probability for 3 events. If A, B and C are any 3 events, then P of A union B union C is equal to P of A plus P of B plus P of C minus P of A intersection B minus P of B intersection C minus P of A intersection C plus P of A intersection B intersection C. Another question, if X and Y are 2 independent events, then probability of A given B is equal to. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ ബി ഒക്കർ ചെയ്യുന്നത് ഒരു തരത്തിലും എനെ ബാധിക്കില്ല. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ. ഇത് പി ഓഫ് എ എന്ന് വരുന്നതിന് തുല്യമായിരിക്കും. Next question, define random variable. A random variable is a real valued function defined over the sample space of a random experiment.
അതായത് സാമ്പിൾ സ്പേസ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതി കാണിച്ചു. അപ്പം ഒരു കോയിൻ ടോസിങ് കാണിച്ചാൽ സാമ്പിൾ സ്പേസിന് ഞാൻ H, T എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ ഔട്ട്കംസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പറാണ് നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്യുക. എച്ച് വരികയാണെങ്കിൽ 1 എടുക്കുന്നു. ടെയിൽ എന്ന് പറയുന്ന ഔട്ട്കം വരികയാണെന്ന് വെച്ചാൽ 0 എടുക്കുന്നു എന്നാണെങ്കിൽ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ വിച്ച് അസ്യൂംസ് ദ വാല്യൂസ് 0 and 1. അടുത്ത ക്വസ്റ്റ്യൻ, ദ പി എം എഫ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഇപ്പോൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ പി എം എഫ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് കെ എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് എടുക്കുന്ന വാല്യൂസ് 1 2 3 4 and 5. എന്നിട്ട് നമ്മൾ ഇവിടെ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ടോട്ടൽ പി എം എഫ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 1. പി എം എഫിൻ്റെ ടോട്ടൽ എടുത്താൽ അതെപ്പോഴും 1 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സുകളെല്ലാം കൂട്ടിയാൽ പി എം എഫിൻ്റെ ടോട്ടൽ 1 ആയിരിക്കും എന്ന് പറയും. അതായത് എക്സിന് 1 കൊടുക്കുക, 2 3 4 and 5 കൊടുത്തിട്ട് എഫ് ഓഫ് എക്സിനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടും അല്ലേ. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കെ ഇൻറ്റു 1 കിട്ടും, കെ പ്ലസ് എക്സിന് 2 കൊടുക്കുകയെന്ന് വെച്ചാൽ കെ ഇൻറ്റു 2 കിട്ടും, 2k. എക്സിന് 3 കൊടുത്താൽ 3k വരും. എക്സിന് 4 കൊടുത്താൽ 4k ആൻഡ് എക്സിന് 5 കൊടുത്താൽ നമുക്ക് 5k എന്ന് വരും. അപ്പോൾ ഇവരുടെ സമ്മ, ഇവരെല്ലാവരും ആഡ് ചെയ്താൽ നമുക്ക് 1 എന്നാണ് കിട്ടുന്നത്. സോ ഇവരുടെ സമ്മ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 15k ആണ്. 15k is equal to 1 or k is equal to 1/50. ഇതാണ് നമ്മളുടെ ആൻസർ.